എനിക്ക് തന്നു. ഞാൻ MA വരെ പഠിച്ചു. അത് കഴിഞ്ഞതിനനുസരിച്ച് എനിക്ക് ജോലി ലഭിക്കുവാൻ കർത്താവ് ഇടയാക്കി. വളരെ ചുരുങ്ങിയ വരുമാനത്തിൽ നിന്ന്, വളരെ ബുദ്ധിമുട്ടിൽ നിന്ന്, ഇന്ന് ഞങ്ങൾക്ക് സഞ്ചരിക്കുവാൻ വാഹനമില്ല. ഞങ്ങൾ മൈലുകളോളം നടന്ന് യാത്ര ചെയ്തിട്ടുണ്ട്. ഒരു ഫെലോഷിപ്പോ ഒന്നും ഞങ്ങൾ മുടക്കാതെ പിതാവിൻ്റെയും മാതാവിൻ്റെയും കൂടെ ഞങ്ങൾ കർത്താവിൻ്റെ വേലയിൽ ചെറുപ്പത്തിലേ അധ്വാനിക്കുവാൻ ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. ഇന്ന് പകൽക്കാലം ഞാനും എൻ്റെ സഹോദരി ഇവിടെയുണ്ട്. എൻ്റെ പ്രിയ സഹോദരൻ ദൂരത്തിൽ യുകെയിലാണ്, വരാനായിട്ട് കഴിഞ്ഞില്ല. എങ്കിലും അവൻ്റെ മനസ്സിന് ഭാരവും ഒക്കെ ഉണ്ട്. എങ്കിലും ഞങ്ങളെ 3 പേരെയും ഞങ്ങളെ നന്നായിട്ട് നോക്കുന്ന ഒരനുഗ്രഹിക്കപ്പെട്ട പിതാവും മാതാവുമാണ് കർത്താവ് ഞങ്ങൾക്ക് തന്നത്. ഞങ്ങളെ സമയത്ത് തന്നെ ഞങ്ങളെ വിവാഹം ചെയ്ത് അനുഗ്രഹിക്കപ്പെട്ട 3 ഭവനങ്ങളിൽ ഞങ്ങളെ പറഞ്ഞയച്ചു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും എല്ലാവരും ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഞാൻ എന്ത് പറഞ്ഞെന്ന് ചോദിച്ചാൽ എല്ലാം വളരെ ഉത്തരവാദിത്വം, വളരെ കൃത്യതയോടെ നിർവഹിച്ച ഒരു അനുഗ്രഹിക്കപ്പെട്ട പിതാവാണ് എൻ്റെ പ്രിയ പിതാവ്. സ്തോത്രം. എല്ലാ ദേവദാസന്മാരും ശുശ്രൂഷകളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലോ. ബെഥേൽ ഗോസ്പൽ അസംബ്ലിയിൽ 29 വർഷം ബെഥേൽ ഗോസ്പൽ അസംബ്ലിയിൽ കർത്താവിന്റെ വേല ചെയ്യുവാനായി കർത്താവ് സഹായിച്ചു. ഇതെല്ലാം കർത്താവിന്റെ നാമത്തിന് വേണ്ടി കർത്താവ് തിരഞ്ഞെടുത്ത ഒന്ന് മാത്രമാണ്. ഹല്ലേലൂയ. അനവധി കല്യാണങ്ങൾ, അനവധി വിവാഹ ശുശ്രൂഷകൾ, അതുപോലെ തന്നെ സ്നാന ശുശ്രൂഷ എത്ര നടത്തിയെന്ന് ഞങ്ങൾക്കും ശരിയായ കണക്കറിയത്തില്ല. എന്നാൽ വിവാഹ ശുശ്രൂഷ 78 മാരേജ് നടത്തി. ഇത്രയും വർഷങ്ങൾ. അതുപോലെ തന്നെ ആത്മാക്കളെ കർത്താവിലേക്ക് ആദായപ്പെടുന്നതിനൊന്നും കണക്ക് നമുക്കറിയത്തില്ല. എങ്കിലും ഞാൻ വിശ്വസിക്കുന്നു സ്വർഗത്തിലെ അപ്പച്ചന്റെ മക്കൾ സകലതുമുണ്ട്. ഹല്ലേലൂയ. കർത്താവ് സമയമാകുമ്പോൾ അമർത്തി കുളിക്കുന്ന നല്ലൊരളവ് കർത്താവ് തലമുറകളാണ് ഞങ്ങളുടെ മേൽ കർത്താവ് ചൊരിഞ്ഞു. ഹല്ലേലൂയ. ഞാൻ പറയുന്നതിന്റെ അർത്ഥം ആരംഭ സമയത്ത് പ്രയാസങ്ങൾ, കഷ്ടങ്ങളൊക്കെ അനുഭവിച്ചെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സമയമായപ്പോൾ ഞങ്ങളെ കുഞ്ഞുങ്ങളായ 3 പേരെ ഞങ്ങളെ കർത്താവ് അനുഗ്രഹിച്ചു. അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളെ കർത്താവ് ഞങ്ങൾക്ക് തന്നു. ഞങ്ങളുടെ മാതാപിതാക്കളെ കുറിച്ച് എനിക്കൊന്നും പറയാനുള്ളത്, അവർക്ക് ഞങ്ങളുടെ കാര്യങ്ങളെക്കാൾ എല്ലാം ഉപരി ശുശ്രൂഷയായിരുന്നു. അത് വളരെ അനുഗ്രഹമായിരുന്നു. കാരണം എൻ്റെ സഹോദരി ഡൽഹിയിലായിരുന്ന സമയത്ത് അതീവ രോഗിയായി ഭാരപ്പെട്ടു. ആ സമയത്ത് ഞാൻ ചിന്തിക്കുന്നു തെങ്ങയിലാണ് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്ന് അവിടെ അടുത്തേക്ക് പോകുവാനായിട്ട് പറഞ്ഞപ്പോൾ അച്ചാച്ചനും അമ്മയും ഒരുപോലെ പറഞ്ഞു, മക്കളെ ഞങ്ങൾക്ക് ചർച്ചയിൽ ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്, അവളെ പോയി നോക്കുവാനൊന്നും ഞങ്ങൾക്ക് ഇപ്പൊ പറ്റത്തില്ല, ശുശ്രൂഷയാണ് വരുന്നത്, നീ പോയി നോക്കുകയെന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞയച്ചു. ആ സമയത്ത് എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് എല്ലാറ്റിനുപരി ശുശ്രൂഷയ്ക്ക് അതിൻ്റെതായ ബഹുമാനം കൊടുത്തതുകൊണ്ട് ദൈവമായ കർത്താവ് കുഞ്ഞുങ്ങളായി ഞങ്ങളെ മാനിച്ചു. ഹല്ലേലൂയ. ഇത്രത്തോളം കർത്താവിനെ ശുശ്രൂഷ ചെയ്യുവാനും കർത്താവ് സഹായിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഒരു പിതാവായി കർത്താവ് ഞങ്ങൾക്ക് കർത്താവ് തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ മാതാവ് ഇപ്പോൾ തനിയായിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഹല്ലേലൂയ. അച്ചാച്ചനും അമ്മയും എവിടെ പോയാലും ശുശ്രൂഷയ്ക്ക് ഒരുമിച്ച്, എവിടെ പോയാലും ഒരുമിച്ച്. അവരുടെ ആ ഒരു അമ്മയും അച്ഛൻ്റെ വേർപാട് അമ്മയ്ക്ക് ദുഃഖമുണ്ടാകും, പ്രയാസമുണ്ടാകും. എന്നാൽ ഞാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. ദൈവമായ കർത്താവ് എല്ലാം, കർത്താവ് സമയത്തെല്ലാം കർത്താവ് സമാധാനത്താൽ കർത്താവ് നിറയ്ക്കും. എൻ്റെ പ്രിയ സഹോദരി, ഞാനും എൻ്റെ സഹോദരനും ഞങ്ങൾ കേരളത്തിന് പുറത്തായിരുന്നുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരിയും അവിടെ കുടുംബവുമാണ് പിതാവിനെ ഇത്രത്തോളം ശുശ്രൂഷിക്കാനായിട്ട് ദൈവം അവരെ സഹായിച്ചു. ഞാനും കഴിഞ്ഞ ഒരു മാസം മുഴുവനായി വന്ന് അവധിയെടുത്ത് വന്ന് ഇവിടെ നിന്ന് പിതാവിനെ ശുശ്രൂഷിക്കാനും എല്ലാം കർത്താവ് സഹായിച്ചു. അന്ന് സംസാരിക്കുന്ന സമയത്തെല്ലാം എൻ്റെ പിതാവ് എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്താൽ ദൈവം അതൊരിക്കലും മറന്നു കളയത്തില്ല. ഞാനും ദൈവമായ കർത്താവ് ഞങ്ങളെ അവിടെ ആക്കിയിട്ട് ഞങ്ങൾ അരുണാചൽ പ്രദേശിൽ ഞാൻ ജോലിയോടുള്ള ബന്ധത്തിൽ ഞാനും എൻ്റെ ഭവനമായി ഞങ്ങൾ അവിടെ ആയിരിക്കുന്നു. കർത്താവ് ഞങ്ങളെ ജോലിയുടെ കൂടെ തന്നെ കർത്താവിൻ്റെ വേലയും ചെയ്യുവാൻ കർത്താവ് ഞങ്ങൾക്ക് അവസരം തരുന്നുണ്ട്. എൻ്റെ പിതാവ് ചെറുപ്പത്തിലെ എന്നെ പഠിപ്പിച്ച ദൈവത്തിൻ്റെ വചനം, ദൈവ ശുശ്രൂഷയിൽ ഭാഗമാകുവാൻ കർത്താവ് എനിക്ക് ഹല്ലേലൂയ സഹായിച്ചു. അതിൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും പ്രാർത്ഥനയാണ്. എൻ്റെ പിതാവ് ദൈവവചനത്തിൻ്റെ ആധികാരിക മർമ്മങ്ങളെ നോട്ട്സ് ഒക്കെ റെഡിയാക്കി എനിക്ക് നേരത്തെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രസംഗിക്കാൻ പോകുമ്പോൾ ഞാൻ അനേക സ്ഥലങ്ങളിൽ രാജ്യങ്ങളിൽ പോകുവാൻ പരിശുദ്ധാത്മാവ് എന്നെ തിരഞ്ഞെടുത്തു. ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ പിതാവ് 48 വർഷം കർത്താവിന്റെ വേലയിൽ വ്യാപൃതനായിരുന്നത് ദൈവം അതോർക്കും. കർത്താവ് ഒരിക്കലും മറന്നു കളയത്തില്ല. തലമുറകളാണ് ഞങ്ങൾ പിന്നെയും ആ സുവിശേഷത്തിന്റെ മഹാധ്വനി പിന്നെയും ഞങ്ങളിലൂടെ മുഴുകുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ.
ഹല്ലേലൂയ. ഇനിയും ദൈവസന്നിധിയിൽ എന്നെ തന്നെ കുടുംബമായി സമർപ്പിക്കുന്നു. കർത്താവ് ഇവിടെ വന്ന എല്ലാ ദൈവമക്കളെയും ദൈവദാസന്മാരെ ധാരാളമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഓടി അധ്വാനിച്ച ഒന്നും വൃഥാവായി പോകാതെ എന്റെ ദൈവമായ കർത്താവ് സമയത്ത് എല്ലാ നന്മകളെ കൊണ്ട് നിറയ്ക്കും. ഞങ്ങളുടെ ഭവനത്തിന് ദുഃഖമുണ്ട്, ഭാരമുണ്ട്, എങ്കിലും എന്റെ ഹൃദയത്തിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വലിയൊരു പ്രത്യാശയും തരുന്നുണ്ട്. ഞാൻ ആ പ്രത്യാശയിൽ നിലനിൽക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. നല്ലവർ പൊരുതു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു. ആമേൻ. ഇന്നലെ ഞങ്ങളുടെ ഓഡിറ്റോറിയത്തിൽ ഈ ചെയറൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ട് വന്നപ്പോൾ ഇവിടെ സ്ക്രീനിൽ എഴുതിയിരിക്കുന്ന ഈ വചനം എന്റെ ഹൃദയത്തെ വല്ലാതെ ടച്ച് ചെയ്തു. ഹല്ലേലൂയ. ഈ വചനമാണ് അവന്റെ ശുശ്രൂഷാകാലം തികഞ്ഞു, വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ആ വചനം ഒരു വലിയ ആമേൻ ഒരു പ്രകമ്പനത്തോടെ എന്റെ ഹൃദയത്തിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചു. പിതാവിന്റെ ദൈവം കൊടുത്ത ശുശ്രൂഷാകാലം ഈ ഭൂമിയിൽ തികച്ചു, സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. ഇനിയും കുഞ്ഞുങ്ങളാവുന്ന ഞങ്ങളിലൂടെ ആ കർത്താവിന്റെ മഹത്വം, കർത്താവിന്റെ മഹിമ അത് ഞങ്ങളിലൂടെ വിളങ്ങുവാൻ ദൈവമക്കളും ദൈവദാസന്മാരും എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞാൻ അപേക്ഷിക്കുന്നു. എന്റെ പ്രിയ പിതാവ് ബെഥേൽ ഗോസ്പൽ അസംബ്ലിയിലെ ആമേൻ എല്ലാ ദൈവദാസന്മാരും ഇവിടെ സംസാരിച്ചു. ആമേൻ. ഹല്ലേലൂയ. ദൈവദാസന്മാരുടെ പ്രത്യേക ഓവർസിയറുടെ അനിയൻ സാറിന്റെ എല്ലാ ദൈവദാസന്മാരുടെയും സഹകരണവും സപ്പോർട്ടും എല്ലാം ഞങ്ങളുടെ കുടുംബത്തിന് വളരെ അനുഗ്രഹമായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നു ഈ 28 വർഷം എന്റെ മാതാവും പിതാവും ബെഥേൽ ഗോസ്പൽ അസംബ്ലിയിൽ കർത്താവിന്റെ ആ വേലയോടുള്ള ബന്ധത്തിലായത് സഭയ്ക്ക് ഒരു അനുഗ്രഹമായി തീർന്നു ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ദൈവമായ കർത്താവ് പിന്നെയും എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. എന്റെ വാക്കുകളിൽ ഞാൻ വിരമിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം തന്ന എല്ലാ അവസരത്തിനും പ്രത്യേകം എനിക്ക് അവസരം തന്ന എന്റെ ദേവദാസന്മാരോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഞാൻ എനിക്ക് ഒരു കാര്യമുള്ളൂ, ഇനിയും കർത്താവിന്റെ വരവിൽ കാഹളനാദം ധ്വനിക്കുമ്പോൾ ഹല്ലേലൂയ വീണ്ടും എന്റെ പിതാവിനെ പോയി കാണാമെന്നുള്ള വലിയൊരു പ്രത്യാശയോടെ ഹല്ലേലൂയ ഞാനുമായിരിക്കുന്നു. ഞങ്ങൾ സഹോദരങ്ങൾ കുടുംബങ്ങളെല്ലാം അങ്ങനെ തന്നെയായിരിക്കുന്നു. ഈ ഭൂമിയിലെ കഷ്ടം സാരമില്ലായി നൽകിക്കൊണ്ട് തേജസ്സിന്റെ മഹാധനം ഹല്ലേലൂയ അത് പ്രാപിക്കുവാൻ തക്കവണ്ണം കുഞ്ഞുങ്ങളാണ് ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.